Hi friends, welcome to Rich's Creation. Be happy always. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഗ്രീൻ പീസ് കറിയാണ്. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയാണ്. ചപ്പാത്തി, ദോശ എല്ലാവരും നന്നായിട്ടുണ്ടാവും. ബിരിയാണി. സോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ആദ്യം ഞാൻ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഒരു 8 hours സോക്ക് ചെയ്ത് വെച്ച ശേഷം ഒന്ന് കഴുകിയിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ ഒരു 2 വിസിൽ വിട്ടെടുക്കാം. ഒരു 300 grams ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോക്കൂ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഗ്രീൻ പീസ് നന്നായിട്ട് ബോയിൽ ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. റിച്ചസ് ക്രിയേഷൻ. നമുക്കൊരു കടായി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 to 3 tablespoon ഓയിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. സോ ഇത് വന്നിട്ട് നല്ലൊരു കോക്കനട്ട് ഒന്നും ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. സോ എല്ലാവരും ഈ ഗ്രീൻ പീസ് കറി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ്, ഹെൽത്തിയും കൂടെയാണ്. സോ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക്, ഒരു 7 cloves ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഒരു 3 സ്ലിറ്റ് ചെയ്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വല്യുള്ളി സ്ലൈസ് ചെയ്തത് 2 നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് വല്യുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അനിയൻ സ്ലൈസ് ചെയ്തത് 2 ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അരപ്പനുള്ള ചേരുവകയാണ്. സോ ഇത് നമുക്ക് നന്നായിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് നന്നായിട്ട് ആറിയ ശേഷം നമുക്ക് മിക്സഡ് ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഇപ്പോൾ സൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നമുക്ക് നന്നായിട്ട് സൗട്ട് ചെയ്തെടുക്കാം. സോ ഒരിക്കലും ഫ്ലെയിം കൂട്ടരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാകും. ഓക്കെ, ഇനി നമുക്ക് തക്കാളി, 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് സ്ലൈസ് ചെയ്തത്. സോ 2 തക്കാളി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തക്കാളി നന്നായിട്ട് വഴണ്ട് വരുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സോ ഇതൊക്കെയാണ് നമ്മുടെ അരയ്ക്കാനുള്ള ചേരുവക. സോ നന്നായിട്ട് തക്കാളി സ്മാഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആറിയ ശേഷം ഇതൊരു മിക്സഡ് ജാറിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാം. നമുക്ക് മിക്സഡ് ജാറിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് ഞാൻ ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും അരച്ചെടുത്തോളൂ. സോ ഞാനിതിൽ കോക്കനട്ട് ആഡ് ചെയ്യാണ്ടാണ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അതേ പാനിൽ ഒരു 2 to 3 tablespoon നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. 2 to 3 tablespoon ഓയിൽ. ഇനി നമുക്കിതിലേക്ക് കറി ലീവ്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചോളൂ. ഇനി ഇതിലേക്ക് ഒരു ഓണിയൻ നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഒന്ന്
ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സോ വീഡിയോസിൽ പോയിട്ട് കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ ടോട്ടലി 71 വീഡിയോസ് ആയിട്ടുണ്ട് ഇതുവരെ. സോ എല്ലാവരും എൻ്റെ വീഡിയോസ് മറക്കാതെ കാണണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നോക്കി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് അനിയൻ. ഇനി നമുക്ക് സ്റ്റൗ ഒരിക്കലും ഹൈ ഫ്ലെയിം വെക്കരുത്, ലോ ഫ്ലെയിം തന്നെ നന്നായിട്ട് സൗട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. സോ ഇനി നമുക്കിതിലേക്ക് ഗ്രൗണ്ട് പേസ്റ്റ്, നമ്മൾ അരച്ച് വെച്ച അരപ്പ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഹോട്ടൽ സ്റ്റൈൽ ഗ്രീൻ പീസ് കറിയാണ്. സോ എല്ലാവരും ഈ ഗ്രീൻ പീസ് കറി ട്രൈ ചെയ്തിട്ട് പറയണം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചെന്ന മസാല എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ കൊടുക്കാം. സോ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും നോക്കണം. നോക്കൂ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി സ്റ്റൗ, അല്ലെങ്കിൽ അരപ്പ നമുക്ക് തെറിക്കും. സോ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായി ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ചില്ലി പൗഡർ എല്ലാം നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് റെഡ് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ചില്ലി പൗഡർ എരിവിന് അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. സോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ, സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടില്ലേ ഗ്രീൻ പീസ്, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് സ്റ്റൗ വന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 to 15 മിനിറ്റ്സ് ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്താൽ നമ്മുടെ ഗ്രീൻ പീസ് റെഡി. ടേസ്റ്റി ആൻഡ് യമ്മി ഗ്രീൻ പീസ് കറി റെഡി. ഇനി നന്നായിട്ടൊന്ന് ബോയിൽ ആവട്ടെ കറി. നമുക്ക് ഇനി ഇതിലേക്ക്
നമ്മൾ ഉപ്പ് ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ സോൾട്ട് ആഡ് ചെയ്തോളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് കുക്കായി വരട്ടെ. ഒരു 10 to 15 മിനിറ്റ്സ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ട്, സോ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതാകും. സോ എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ലഭിക്കണം. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഗ്രീൻ പീസ് കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. സോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഓക്കെ, നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. സോ നന്നായി കുക്കായി വരുന്നുണ്ട്. സോ നമ്മുടെ ഗ്രീൻ പീസ് കറി ആഫ്റ്റർ 15 മിനിറ്റ്സ് ഇറ്റ്സ് റെഡി ടു സെർവ്. നോക്കൂ, നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ പീസ് കറി. ഒരു 5 minutes to 10 minutes ഓഫ് ചെയ്ത് വെച്ച ശേഷം പിന്നെ സെർവ് ചെയ്താൽ വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാവും. സോ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.